എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും സങ്കടങ്ങളുണ്ട്. ഉള്ളത് എന്താണോ അത് സന്തോഷത്തോടെ അംഗീകരിക്കുക. മാറ്റങ്ങൾ ഉണ്ടാകും. ഒരിക്കൽ കൈവിട്ടുപോയെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരു നാൾ നമ്മെ തേടിയെത്തും. അത്രമേൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത്രമേൽ പരിശ്രമിക്കുന്നുവെങ്കിൽ. നിങ്ങൾക്ക് വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കണം. നിങ്ങൾക്ക് വളരെ ദൂരം പോകണമെങ്കിൽ കൂട്ടത്തിൽ നടക്കണം. കർമ്മനിരതരായിരിക്കുക. കർമ്മത്തിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോകുകയില്ല. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക. മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെയും നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ആവശ്യമുള്ള ഒരാളോടും നമ്മൾ തിരക്കാണെന്ന് പറയരുത്. നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെയും നമ്മൾ വഞ്ചിക്കരുത്. നമ്മളെ എപ്പോഴും ഓർത്തിരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. വീഴ്ചകളിൽ കൂടെ നിൽക്കുക, ആപത്തിൽ സഹായിക്കുക. ഇവിടെയാണ് ബന്ധങ്ങളുടെ പ്രസക്തി. എല്ലാം യാഥാർത്ഥ്യമല്ല, എല്ലാവരും സത്യസന്ധരുമല്ല. അതിനാൽ എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചു പേരെ മാത്രം വിശ്വസിക്കുക. കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും. സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും. നിങ്ങൾ എത്രമാത്രം ദരിദ്രനായാലും നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബം കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട്. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനു വേണ്ടിയാണ് എല്ലാവരും പ്രയത്നിക്കുന്നതും. അത് തന്നെയാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനവും. പണത്തിനും പദവിക്കുമല്ലാതെയുള്ള ജീവിതം നയിക്കുക. സഹൃദയത്തിനും സ്നേഹത്തിനും കരുതൽ കൊടുക്കുന്ന ജീവിതമായിരിക്കട്ടെ നമ്മുടേത്. ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം ഓർക്കേണ്ടതല്ല സ്നേഹം. അതിനെ സ്വാർത്ഥത എന്നേ പറയാൻ പറ്റൂ. നിനക്കൊരാളെ പറ്റിക്കാൻ കഴിയുന്നത് അയാൾ മണ്ടനോ മണ്ടിയോ ആയതുകൊണ്ടല്ല, അയാൾ നിന്നെ വിശ്വസിക്കുന്നത് കൊണ്ട് കൂടിയാണ്. നമ്മൾ പറയുന്നതും മറ്റൊരാൾ മനസ്സിലാക്കുന്നതും രണ്ടും രണ്ടായി പോകുന്നതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും തുടക്കം. നിങ്ങളുടെ അനാവശ്യ കോപങ്ങളെ നിയന്ത്രിക്കുക. അത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും. സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നേയുള്ളൂ. അതാണ് സാഹചര്യം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകേണ്ടത്. എല്ലാ സങ്കടങ്ങൾക്കുമൊടുവിൽ വലിയൊരു സന്തോഷം നമ്മെ തേടിയെത്തും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക. ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഏതു പ്രശ്നം മുന്നിൽ വന്നാൽ മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. സ്നേഹം ഒരു ശക്തമായ ശക്തിയാണ്. അതിൽ സംശയമില്ല. എല്ലാത്തരം ബുദ്ധിമുട്ടുകളും സഹിക്കാനും എണ്ണമറ്റ തെറ്റുകൾ ക്ഷമിക്കാനും ആളുകളെ പ്രേരിപ്പിക്കാൻ ഇതിന് കഴിയും. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ച് ഇരുട്ടും ആവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖവുമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദകരമാകുകയുള്ളൂ. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് ചില സുഹൃത്തുക്കൾ എക്കാലത്തേക്കും ഉള്ളതല്ല എന്നത്. വിശ്വാസം എന്നത് നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുമെങ്കിലും നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി.